ഹലോ, ഞാൻ മേടിച്ച മീഷോന്ന് വേറെ മേടിച്ച ഒരു ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഞാൻ ഇന്നാൾ കാണിച്ചില്ലേ, അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അതും കൂടെ കാണിക്കാമെന്ന്. ഇത് ഞാനിപ്പോൾ വീട്ടിലിടാൻ തുടങ്ങി. ഞാനിത് വിഷുവിന് വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അപ്പോൾ ഞാനിത് വീട്ടിലിടാൻ തുടങ്ങി കേട്ടോ. വീട്ടിലിടാൻ തുടങ്ങിയപ്പോൾ അലക്കണമുണ്ട്. ഇവിടുത്തെ കണ്ടോ പൂകൾ ഇങ്ങനെ മായാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടയാണതിന് മുമ്പ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ നല്ല സുഖമാണ്, കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്, വീട്ടിലിടാനും നല്ല സുഖമാണ്. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു നൈറ്റി പോലെ, എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് നൈറ്റി പോലെ സുഖമായിട്ട് ഇട്ട് കിടക്കാം. കണ്ടോ, ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഷോൾ ഇട്ടില്ലെങ്കിലും വൃത്തികേടൊന്നുമില്ല. അപ്പം നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചത് ഇതായിരുന്നു. ഇതും ഞാൻ ഇതും വീട്ടിലിടാൻ തുടങ്ങി. 350 തൊട്ട് 400 വരെ, അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ മേടിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇതും ഇടാൻ തുടങ്ങിയപ്പോൾ ആ പൂക്കൾ മാഞ്ഞിട്ട് ഇപ്പോൾ ഒരു വര മാത്രമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതും മീഷോന്ന് മേടിച്ചാണ്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു തുണി. നമുക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ അല്ല നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉത്സവത്തിനോ എന്തിനൊക്കെയൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കിത് വീട്ടിലിടാം. അത് മാത്രമല്ല, പക്ഷേ മീഷോയിൽ മേടിച്ച എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേ പേര് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യും. കാരണം ഒരാൾ തന്നെ ഇട്ടത് തന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ ഇത് ഓണത്തിന് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ വേറെ ഒരു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ആ കുട്ടീനെ അറിയില്ല, പക്ഷേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിലാണെങ്കിൽ അതിൽ കൂടുതൽ കാണും, ഇവിടെ കുറച്ചേ കാണുള്ളൂ. നാട്ടിലാണെങ്കിൽ അതിൽ കൂടുതൽ കാണും. അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. വീട്ടിടാനൊക്കെ ഇത് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.